അതുകൊണ്ട് ഈ പ്രോഫറ്റ്സോ ഈ കഥകളോ ഇതൊക്കെ നല്ല ഒന്നാന്തരം ഇമാജിനേഷനുള്ള ആളുകൾ എഴുതിയാണ്. ഇതൊരിക്കലും യേശുവിൻ്റെ ശിഷ്യന്മാരോ അല്ലാതുള്ള ആളുകളൊന്നും എഴുതിയല്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ സെർമൺ ഓൺ ദ മൗണ്ട് അല്ലേ, ഗിരിപ്രഭാഷണം എന്ന് പറഞ്ഞ യേശുവിൻ്റെ, അതൊരാൾക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് പറയാൻ കഴിയുന്ന കാര്യമല്ല. അതൊക്കെ നല്ല ഭാവനാശേഷിയുള്ള നല്ല ഒന്നാന്തരം ഗ്രീക്ക് ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയുന്ന കവികൾ എഴുതിയാണ്. ഇതിനകത്തൊന്നും അതുപോലെ തന്നെ എല്ലാ ഗോസ്പലും അക്കോർഡിംഗ് ടു മാത്യു ആണ്. മാത്യു എഴുതിയല്ല, അക്കോർഡിംഗ് ടു മാത്യു ഇങ്ങനെ പറഞ്ഞായിട്ട് വേറെ ആരാണ്ട് എഴുതുക, ആരെഴുതിയ അറിയില്ല. ഇതെല്ലാം തന്നെ സാഹിത്യ രചനകളാണ്. ഈ സാഹിത്യ രചനകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. അല്ല, അതിനകത്ത് ഹിസ്റ്റോറിസിറ്റി എന്ന് പറയുന്ന സാധനം. ഇപ്പോൾ ഫ്ലേവിയസ് ജോസഫസ് എന്ന് പറയുന്ന ഒരാളുടെ അയാൾ യേശുവിനെ കുറിച്ച് എഴുതിയെന്ന് പറഞ്ഞു. എൻ്റെ ഈ ഫ്ലേവിയസ് എന്നുള്ള പദം തന്നെ ആലോചിച്ചു, റോമനാണ്, ഇയാളൊരു ജൂ ആണ്. ഈ ഫ്ലേവിയൻ അറിയാമല്ലോ. അപ്പം ഇത് എഴുതിയിരുന്ന ആളിൻ്റെ ഒരു പേര് തന്നെ ശരിക്കും പരിഷ്കരിച്ചാണ്. ഇപ്പൊ കുട്ടപ്പൻ എന്നുള്ളതിന് പകരം KT ഫാൻ എന്ന് ആക്കുന്ന പോലെ ഉള്ളൂ. മനസ്സിലായി? പോട്ടെ. അടുത്തത് എന്താണ്?